എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, നല്ല ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് നൽകിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ ആശ്വാസവചനം 34 സങ്കീർത്തനം 19 വാക്യമാണ് ഞാൻ വായിക്കുന്നത്. അതെങ്ങനെയാണ്? നീതിമാൻ്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. ഈ ഒരു വചനത്തിൻ്റെ അകത്ത് എല്ലാതുണ്ട്. എല്ലാ മനുഷ്യനും ആഗ്രഹിക്കുന്ന മാനസിക സംഘർഷങ്ങളോടെ, നിരാശകളോടെ, വേദനയോടെ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്ന സന്ദർഭങ്ങളിൽ ഒരു വഴിയും തെളിയാതെ ഇരിക്കുന്ന മനുഷ്യന് ഈ വചനത്തിൻ്റെ അകത്ത് എത്രയോ ആശ്വാസം കൊള്ളുന്ന വാക്കുകളുണ്ടെന്നറിയുമോ? വ്യക്തമായിട്ട് ഒന്നുകൂടെ നമുക്കത് വായിക്കാം. നീതിമാൻ്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു എന്ന് പറഞ്ഞാൽ, നീതിമാൻ്റെ ജീവിതത്തിൽ പലരും ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്. ഞാൻ വിശുദ്ധിയോടെ ജീവിക്കുമ്പോൾ, ഞാൻ കർത്താവുമായിട്ട് നല്ല അടുത്ത് ഇടപഴകി ജീവിക്കുമ്പോൾ, എന്നും പ്രാർത്ഥിക്കുന്ന, എന്നും വചനം വായിക്കുന്ന, മക്കളുമായിട്ട്, കുടുംബമായിട്ട് എന്നും ദൈവത്തെ സ്തുതിക്കുന്ന, എവിടെ യാത്ര ചെയ്താലും ദൈവത്തെ സ്തുതിക്കുന്ന, മഹത്വപ്പെടുത്തുന്ന എൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് ഈ അനർത്ഥങ്ങൾ വരുന്നത്? എങ്ങനെയാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്? സുഹൃത്തെ, നീതിമാനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളുള്ളത്. ഞാൻ മനസ്സിലാക്കിയത് ഏറ്റവും കൂടുതൽ പിശാചിനാൽ വശീകരിക്കപ്പെടുന്നതും പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതും ഏറ്റവും കൂടുതൽ ടെൻഷൻ അനുഭവിക്കേണ്ടുന്ന സന്ദർഭങ്ങളുണ്ടാകുന്നതും നീതിമാന്മാർക്ക്. കാരണം അവൻ നീതിമാനായതുകൊണ്ടാണ്, കാരണം അവൻ ദൈവത്തോട് കൂടെ ഇരിക്കുന്നത് കൊണ്ടാണ്. പിന്നെ ഇവയൊന്നും ഏശാതെ ഈ വ്യക്തി ജീവിക്കുന്നതിൻ്റെ കാരണം അവനോട് കൂടെ ദൈവ സാന്നിധ്യമുണ്ട്. അവന് മരണത്തിലേക്ക്, തിന്മയിലേക്ക്, അവന് നിത്യത നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് വിടാതെ പരിപാലിക്കുന്നൊരു ദൈവം തന്നോട് കൂടെയുണ്ട്. അതുകൊണ്ട് നീതിമാന് അനർത്ഥങ്ങൾ എത്രത്തോളം ഉണ്ട്? അവിടെ പറയുന്നു, അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, എണ്ണിക്കൂടുവാൻ കഴിയാത്തത്രയ്ക്ക്. എത്രയോ ഒന്ന് കഴിഞ്ഞാൽ അടുത്തത്, ഒന്ന് കഴിഞ്ഞാൽ അടുത്തത്, ഒന്ന് കഴിഞ്ഞാൽ അടുത്തത്. ചിലപ്പോൾ 2-3 വിഷയങ്ങൾ ഒരുമിച്ച് കടന്നു വരുന്നത്. ടെൻഷനോട് ടെൻഷൻ. അപ്പോഴും അവൻ മുട്ടുമടക്കും, ദൈവമേ എൻ്റെ പ്രാർത്ഥനകൾക്ക് മറുപടി തരണമേ. തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നീതിമാനാണ് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ഏറ്റവും വലിയ പ്രയാസം. കാരണം അവൻ്റെ നേരെ അനർത്ഥങ്ങൾ അസംഖ്യമായിട്ട് കടന്നു വരും. എന്നാൽ അടുത്ത വാക്ക് പറയുന്നു, അവ അസംഖ്യം എന്ന ബഹുവചനം ഉപയോഗിച്ചുകൊണ്ട് തിരുവചനം പറയുന്നു, അവ എല്ലാറ്റിൽ നിന്നും. ഏതൊക്കെ തരം അസംഖ്യമായിട്ട് അനർത്ഥങ്ങൾ നിൻ്റെ നേരെ കടന്നു വന്നാലും അവ എല്ലാറ്റിൽ നിന്നും വിടുവിക്കുന്ന ദൈവം നിന്നോട് കൂടെയുണ്ട്. ഇന്ന് ഈ പ്രഭാതത്തിൽ, ഈ ദിവസത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, തീർച്ചയായിട്ടും അനർത്ഥങ്ങൾ അസംഖ്യമായിട്ട് വന്നോട്ടെ. നിങ്ങൾ ടെൻഷനാകരുത്. നിങ്ങളുടെ നേരെ വരുന്ന പലരും നിങ്ങളെ ദൂഷിച്ചെന്ന് വരാം, പലരും നിങ്ങളെ നിന്ദിച്ചെന്ന് വരാം, ഒന്ന് മാറ്റി നിർത്തിയെന്ന് വരാം. അത് ദൈവകൃപയാണ്, അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്, അത് എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണെന്നും അതൊരു പരീക്ഷയാണെന്നും മനസ്സിലാക്കിക്കൊണ്ട് ഈ പരിശോധനയിൽ അതൊന്ന് അശേഷം സന്തോഷം എന്നുണ്ടുവാൻ നിങ്ങൾ കഴിയുമോ? അതെ, നമ്മൾ നേരെ വരുന്ന അനർത്ഥങ്ങളെ കണ്ട് ഭയപ്പെടല്ലേ. നമ്മൾ നേരെ വരുന്ന പലവിധ ഇതുപോലുള്ള വിഷയങ്ങൾ കണ്ട് ഭയപ്പെടല്ലേ. അവ എല്ലാറ്റിൽ നിന്നും യഹോവ നിന്നെ വിടുവിക്കും, അത് ഉറപ്പാണ്. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക. അവ ഏതൊക്കെ അനർത്ഥങ്ങൾ വന്നാലും നിങ്ങളെ വിട്ടുവയ്ക്കും. ഈ ദിവസം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കോ. നിങ്ങൾ നേരെ വരുന്ന അനർത്ഥങ്ങളെ കണ്ട് നിങ്ങൾ മൈൻഡ് പോലും ചെയ്യണ്ടെന്നേ. അവർ പറയുന്നത് പറഞ്ഞു കൊള്ളട്ടെ എന്ന് ചിന്തിക്കുക. അവർ ഉപദ്രവിക്കുന്ന എത്രത്തോളം ഉപദ്രവിച്ചു കൊള്ളട്ടെ എന്ന് ചിന്തിക്കുക. ഇത് ഈ ഓഫീസിലിരിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ നേരെ വരുന്ന വിഷയം അത് എനിക്ക് വരുന്ന വിഷയമാണെന്ന് മനസ്സിലാക്കുക. അവയിൽ നിന്ന് വിട്ടുവയ്ക്കുന്ന ദൈവം ഇന്ന് നിന്നോട് കൂടെയുണ്ട് കേട്ടോ. ഉറപ്പാണ്. നീ ഇന്നൊരു ഉന്നതിയിലേക്ക്, ഇന്നൊരു വിജയത്തിലേക്ക് നീ കടക്കുന്ന ദിവസമാണ്. കാരണം അനർത്ഥത്തെ കണ്ട് ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുവാൻ മനസ്സുണ്ടോ? അവയെല്ലാത്തിൽ നിന്ന് വിട്ടുവയ്ക്കുന്ന ദൈവം നിന്നോട് കൂടെയുള്ളത് കൊണ്ട് നിനക്ക് നേരെ വരുന്ന പ്രശ്നത്തിൽ നിന്ന് ഒരു പരിഹാരമുള്ള ദിവസമായി ഇന്ന് തീരുകയാണ്. ഈ വചനം നിങ്ങളെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ, ആശ്വസിപ്പിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.